ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നും സച്ചിക്ക് സർപ്രൈസായിട്ട് ഒരു കാറ് കൊടുക്കാനാണ് രേവതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഹേഷും കൂട്ടുകാരൊക്കെ സഹായങ്ങളോ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടും രേവതി അതൊക്കെ നിരസിച്ചിട്ട് തൻ്റെ കാശിന് തന്നെ മേടിച്ചു കൊടുക്കുമെന്ന ഒറ്റ വാശിക്ക് സച്ചിക്ക് ഒരു പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് കാറ് രേവതി മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും കാണാനൊരു പുതിയ കാറ് പോലെ തന്നെയാണ്. ഈ വിവരം സച്ചിയോ ഒന്നും അറിയിച്ചിട്ടില്ല. സർപ്രൈസായിട്ടാണ് സച്ചിയോട് ഈ കാര്യം പറയുന്നത്. അമ്പലത്തിൽ ഒരു ദിവസം ആരോടും സച്ചിയോട് കാര്യങ്ങളൊന്നും പറയാതെ ആ മാല മോഷണം പോയപ്പോൾ താൻ അമ്പലത്തിലൊരു വഴിപാട് നേർന്നു എന്നും അതിന് നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ട് വേണം ആ വഴിപാട് തീർക്കാനെന്നും പറഞ്ഞ് സച്ചിയെ അമ്പലത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുകയാണ് രേവതി. അവിടെ വെച്ചാണ് സച്ചി ആ കാറ്, ഇത് ഞാൻ അന്ന് മേടിക്കാൻ ഉദ്ദേശിച്ച കാറല്ലേ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ട് നോക്കുന്നത്. പിന്നെ പൂജാരി പൂജയൊക്കെ ചെയ്ത് താക്കോല് രേവതിയുടെ കയ്യിലോട്ട് നീട്ടുമ്പോഴാണ് സച്ചിക്ക് ആ സത്യം മനസ്സിലാവുന്നത്. രേവതിയാണ് ഈ കാറ് മേടിച്ചിരിക്കുന്നതെന്ന്. സച്ചിക്ക് അങ്ങോട്ട് കണ്ണൊക്കെ നിറയുവേ. രേവതി എന്നിട്ട് താക്കോല് സച്ചിക്ക് കൊടുക്കുവാണ്. അതിപ്പോൾ മഹേഷൊക്കെ ഉണ്ടാകുക ടൈമിൽ മഹേഷ് പറയും, സച്ചി ഇത് നിനക്കായിട്ട് രേവതി മേടിച്ച കാറാണ്, ധൈര്യമായിട്ട് ആ കീ മേടിച്ചോ എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുവേ. സച്ചി പറയും, ഇതിനുള്ള കാശൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പോകട്ടിയ കാശൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊടുത്ത് ഞാൻ മേടിച്ചു എന്നാണ് രേവതി പറയുന്നത്. അപ്പോൾ സച്ചി പറയും, മുഴുവൻ കാശും കൊടുത്തു എന്ന് പറയുമ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറയും. സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ കാശ് നിൻ്റെ ആവശ്യത്തിന് എടുത്തോടെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു പൂക്കട ഇട്ട് തന്ന് എനിക്കൊരു വീട്ടിലൊരു സ്ഥാനം ഉറപ്പിച്ച് തന്നത് സച്ചിയേട്ടനാണ്. എന്നെ അന്ന് എന്തോരോ സർപ്രൈസ് ഞെട്ടിച്ച് കളഞ്ഞു സച്ചിയേട്ടൻ. അതുപോലെ തന്നെ സച്ചിയേട്ടനെ തിരിച്ചു വന്ന് ഞെട്ടിക്കണമെന്ന് ഞാൻ ഓർത്തു. അതും എൻ്റെ സ്വന്തം കാശിനായുമ്പോൾ ആ സർപ്രൈസിനൊരു ഇച്ചിരി സ്നേഹം കൂടൂലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അമ്മയും ദേവവും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഈ സംഭവം നടക്കുമ്പോൾ അമ്പലത്തിൽ. ഏതായാലും സച്ചി ആ കാറൊക്കെ താക്കോലൊക്കെ മേടിച്ചിട്ട് രേവതിയും കൂട്ടി ആദ്യമായിട്ട് ആ കാറിൻ്റെ ഉള്ളിൽ കയറുവാണ്. എന്നിട്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, അല്ലെങ്കിൽ കാറിൽ കയറിയ വായ പൂട്ടാത്ത ആളാണല്ലോ, ഇന്നെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സന്തോഷം കൂടുമ്പോൾ നമുക്ക് വാക്കുകളൊന്നും വരില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാനിന്ന് അനുഭവിക്കുക. അതുകൊണ്ട് എനിക്ക് സ്ഥാനങ്ങളൊന്നും എൻ്റെ പുറത്തോട്ട് വരുന്നില്ല സന്തോഷം കൊണ്ട് രേവതി എന്ന് പറയുവാണ്. ഇപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിന് സച്ചിയേട്ടൻ നേരത്തെ പുതിയ കാറല്ലേ ഓടിച്ചിരുന്നത്, ഇത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ, പിന്നെ എന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അതെനിക്ക് നീ മേടിച്ചു തന്ന കാറല്ലേ രേവതി എന്ന് പറയും. അതല്ല, നിനക്കെന്തുകൊണ്ട് എനിക്ക് കാറ് മേടിച്ചു തന്നെയെന്ന് തോന്നാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാ എനിക്ക് പൂക്കടയിട്ട് തന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി ചിരിക്കുവാണേ. എൻ്റെ ഭാര്യ ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കരുത്, എല്ലാവരുടെ മുമ്പിലും തല പൊക്കി തന്നെ എൻ്റെ ഭാര്യയെ നിൽക്കണം, അവൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന തോന്നലാണ് ഞാൻ ആ പൂക്കട ഇട്ട് തന്നതെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനും അതുകൊണ്ട് തന്നെയാണ്, എൻ്റെ ഭർത്താവിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. കാർ ഓടിച്ച സച്ചിയേട്ടൻ ഓട്ടോ ഓടിച്ചത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ആൾക്കാരൊക്കെ കളിയാക്കുമല്ലേ, ചന്ദ്രയും അമ്മയൊക്കെ കളിയാക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ഒരു താഴ്ന്നയിലും പോകാൻ പാടില്ല, കാർ ഓടിക്കുമ്പോൾ കാർ എന്നെ ഓടിക്കണം, ആ ഒരു തോന്നലാണ് ഞാനും സച്ചിയേട്ടനെ കാർ മേടിച്ചു തന്നത്. എല്ലാവരുടെ മുമ്പിലും അഭിമാനത്തോടെ തന്നെ എൻ്റെ ഭർത്താവ് നിൽക്കണം എന്നാണ് രേവതിയും പറയുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, അല്ല രേവതി, ഇതുപോലൊരു വലിയ ഓർഡർ നമുക്കിനി കിട്ടത്തില്ല, ഇതിൽ നിന്ന് നല്ലൊരു ലാഭവും നിനക്ക് കിട്ടി, അതിലെൻ്റെ സന്തോഷം മാത്രം നോക്കി നീ എനിക്ക് കാർ മേടിച്ചു തന്നു, നിനക്ക് വേണ്ടി നീ എന്താ ഒന്നും ചെയ്യാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, കാർ മേടിച്ചാൽ ഇപ്പോൾ സച്ചിയേട്ടന് നല്ല സന്തോഷമില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അത് നല്ല സന്തോഷമുണ്ട്, സച്ചിയേട്ടൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, എനിക്ക് ആ സന്തോഷം മതി എന്നാണ് രേവതി പറയുന്നത്. എന്തായാലും നല്ല മനസ്സാണ് രേവതിക്ക്. സച്ചിക്ക് ആ സ്നേഹം കാണുമ്പോൾ സച്ചിയുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞിരിക്കും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കായിട്ട് നീ കാറ് മേടിച്ചു തന്നു, നിനക്കായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് കാർ ഒരു പൂക്കടയുടെ മുമ്പിൽ നിർത്തുവാണ്. എന്നിട്ട് അവിടെയുള്ള മുല്ലപ്പൂവ് എല്ലാം മേടിക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് രേവതിയുടെ തലയിൽ ചൂടാൻ പോവുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വലിയ കാറ് സച്ചിയേട്ടനെ കൊടുത്തിട്ട് സച്ചിയേട്ടൻ എന്താ പൂവാണോ മേടിച്ചു തരുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇങ്ങനെ പറയുന്നത്, പൂവാണ് എൻ്റെ ജീവിതം. അപ്പോൾ സച്ചി പറയും, ശരിയാണ്,
പൂ കെട്ടി നമുക്ക് വരുമാനം ഉണ്ടായി. വരുമാനം ഉണ്ടായിട്ട് കാറ് മേടിച്ചു. ആ കാറ് മേടിച്ച സന്തോഷത്തിൽ ഞാൻ പിന്നെയും പൂ മേടിച്ചു. ജീവിതം എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമാണെന്ന് ഇതാണ് പറയുന്നത്. തുടങ്ങിയിടത്ത് തന്നെ നമ്മുടെ ജീവിതം നിന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുവാണ്. എന്നിട്ട് രേവതിയുടെ തലയിൽ ആ പൂ മുഴുവൻ ചൂടി സുന്ദരിയാക്കുവാണ് സച്ചി. എന്നിട്ട് പറയും, ഇപ്പോൾ പൂക്കളുടെ ഇടയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് സച്ചി പറയുന്നുണ്ട് രേവതിയെ കണ്ടിട്ട്. അപ്പോൾ രേവതി പറയുക സച്ചിയേട്ടനോട്, സച്ചിയേട്ടാ വാ നമുക്കിനി വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഏയ് അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ ഭാര്യ കാറ് മേടിച്ച് തന്ന കാര്യം എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞ് രേവതിയും കൂട്ടി നേരെ ടാക്സി സ്റ്റാൻഡിൽ പോകുവാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും മഹേഷൊക്കെ പറയും, മഹേഷും കൂട്ടി എന്താ ടാക്സി എടുത്ത് കറങ്ങാൻ പറഞ്ഞിട്ട് നീ നേരെ ഇങ്ങോട്ടേക്കാണോ വന്നിരിക്കുന്നത്? അപ്പം സച്ചി പറയും, പിന്നെ എൻ്റെ ഭാര്യ എനിക്കായിട്ട് കാറ് മേടിച്ച് തന്നത് എല്ലാവരോടും പറയണ്ടേ? അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരൊക്കെ പറയും, ഈ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, എല്ലാവർക്കും അറിയോ? ആ എല്ലാവർക്കും അറിയാമെന്ന് പറയും. അപ്പോൾ രേവതി എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തതപ്പോൾ ഞാൻ മാത്രമാണല്ലേ എന്ന് പറഞ്ഞ് സച്ചിയും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ അവിടെ നിന്ന് എടുത്തിട്ട് രേവതിയോട് പറയുവാണ് കാർ എടുത്തിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അച്ഛനോടൊക്കെ പറയണം കാർ മേടിച്ച കാര്യം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി പിന്നെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചന്ദ്രയും രവീന്ദ്രനും ശ്രുതിയും സുധിയൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കണമായിരിക്കുവേ. ആ ടൈമിൽ ചന്ദ്ര പറയും, ഓ ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ഈ പൂവിൻ്റെ മണമാണല്ലോ, അടുക്കള ഫുള്ളും പൂവിൻ്റെ മണമാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വരുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അടുക്കളയിൽ നിന്നല്ല പൂവിൻ്റെ മണം, ഒന്ന് തിരിഞ്ഞ് നോക്കിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ തല നിറച്ചും പൂ വെച്ച് നമ്മുടെ രേവതി നിൽക്കുവാണേ. ചന്ദ്ര രേവതിയെ കാണുന്നത് ഇങ്ങനെ ഞെട്ടിപ്പോവും. ചന്ദ്ര വന്നിട്ട് രേവതിയെ കളിയാക്കുവാണ്, ഇതെന്താടി നിൻ്റെ കടയിൽ പൂവൊന്നും ചിലവാവാത്തോണ്ട് എല്ലായിടത്തും നീ തലയിൽ വെച്ചോ, ആമത്തോട് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, തല നിറയെ മുല്ലപ്പൂ വെച്ച് വന്നിട്ട് നിൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്, നല്ല ഭംഗിയുണ്ട്, അവൾ എന്താ അങ്ങനെ പൂ വെച്ചതെന്നൊക്കെ ചോദിക്കുക, എല്ലാത്തിനും ഇങ്ങനെ കുറ്റം മാത്രം കാണല്ലേ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ പൂവൊക്കെ എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ മേടിച്ചതാണെന്ന് പറയും. സച്ചി അപ്പോൾ ബാക്കിൽ തന്നെ ഭയങ്കര സന്തോഷത്തിൽ അകത്തോട്ട് കയറിയിട്ട് പറയും, വാ വാ എല്ലാവരും ഒന്ന് പുറത്തോട്ട് വാന്ന് പറഞ്ഞ് അമ്മയെയും എല്ലാവരെയും വീട്ടിലുള്ള ശ്രുതിയെയും എല്ലാവരെയും കൊണ്ട് പുറത്തോട്ട് പോകുവാണ്. വർഷയും വിളിക്കുന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രീകാന്തിനെയൊക്കെ വിളിച്ചിട്ട് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. കാറ് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര എല്ലാവരും ഞെട്ടുവേ, ശ്രുതിയൊക്കെ ഇങ്ങനെ ഞെട്ടും. അപ്പോൾ അച്ഛൻ ചോദിക്കും, ഇതെന്താടാ പുതിയ കാറൊക്കെ മേടിച്ചിട്ട്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അച്ഛാ പുതിയ കാറാണ്, എനിക്ക് രേവതി മേടിച്ചത് എന്താണെന്ന് പറയുമ്പോൾ ചന്ദ്രയൊക്കെ ഞെട്ടുവേ, രേവതിയോ ഇവളെങ്ങനെ ഈ കാറ് മേടിച്ച് കൊടുത്തു എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അച്ഛ ഇവളെന്നെ അമ്പലത്തിൽ വിളിച്ചോണ്ടും പോയില്ലേ, അവിടെ വെച്ച് പൂജാരി എൻ്റെ കയ്യിൽ താക്കോല് തന്നിട്ട് പറഞ്ഞു ഇത് സച്ചിയുടെ കാറാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടി അച്ഛ, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കാറിത്, എന്താന്നേ ഈ കാറിന് എത്ര രൂപ വില വരും? അപ്പോൾ സച്ചി പറയും 10 ലക്ഷം എന്ന് പറയും. അപ്പോൾ ചന്ദ്ര ഒന്ന് ഞെട്ടുവേ, 10 ലക്ഷം? അപ്പോൾ സുധി വന്ന് കളിയാക്കി പറയുന്നുണ്ട് ചന്ദ്രയുടെ, അമ്മ ഇത് പുതിയ കാറൊന്നുമല്ല, ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണ്, കൂടി വന്നാൽ 3-4 ലക്ഷം ആവത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് സമാധാനമാവേ. അപ്പോൾ തന്നെ സച്ചി അതിനുള്ള മറുപടി തിരിച്ചു കൊടുക്കുവേ, 3-4 ലക്ഷം കൂടി ആവട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഇതെൻ്റെ ഭാര്യ സ്വന്തമായി പണി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് തന്ന കാറാണ്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതേസമയം ഇവൾ വല്ല മലേഷ്യയിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് 10 കോടി രൂപയുടെ കാറ് മേടിച്ച് തന്നാനെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇത് തന്നെയൊക്കെ കൊള്ളിച്ച് പറയുവാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി. പിന്നെ ശ്രുതിയും ചന്ദ്രയൊന്നും മിണ്ടില്ല. ചന്ദ്രയുടെ മനസ്സിലും കയറി, ശരിയാണല്ലോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലായിട്ട് ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല എൻ്റെ ശ്രുതിക്ക് എന്നുള്ളൊരു ചിന്തയായി ചന്ദ്രയുടെ മനസ്സിൽ. എന്നിട്ട് ചന്ദ്ര പറയാം, ആ എന്തെങ്കിലും ആവട്ടെ, അറക്കപ്പോട്ട് ഈ കാറ് മേടിക്കാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാം അമ്മയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ കയ്യിൽ നിന്നാ? ആ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ്. അപ്പോൾ വർഷ ചോദിക്കും, ഓ അതിൻ്റെ ലാഭത്തിൽ നിന്നാണോ രേവതി ചേച്ചി ഈ കാറ് മേടിച്ചത്? എന്താ രേവതി ചേച്ചി ആ പൈസ കൊണ്ട് കട ഒന്ന് ഡെവലപ്പ് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനെ ഞാൻ കാറ് മേടിച്ചു കൊടുത്തു, ഇനി സച്ചിയേട്ടൻ കാർ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കട ഡെവലപ്പ് ചെയ്തോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയൊക്കെ വർഷയൊക്കെ ചിരിക്കുന്നുണ്ട്. വർഷക്കൊക്കെ സന്തോഷമാണ് കാറ് മേടിച്ച് കൊടുത്തതിൽ. പക്ഷേ ചന്ദ്രയുടെയും ശ്രുതിയുടെ മുഖം മാത്രം മങ്ങിയിരിക്കുവാണ്. സച്ചിയേട്ടൻ കാരണമല്ലേ എനിക്ക് ഈ ഓർഡർ കിട്ടിയതെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ വച്ച പൂ വിറ്റുകൂടി കാറ് മേടിക്കാമെന്ന് എൻ്റെ ഭാര്യ തെളിയിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് പിന്നെ അത് കൊള്ളുവേ മനസ്സിലിട്ട്. ചന്ദ്രയുടെ നോട്ട് ഏതായാലും ശ്രുതിനോടാണ്. ഇനി ശ്രുതിക്കായിരിക്കും സമാധാനമില്ലാത്തത്. മലേഷ്യയിലെ അച്ഛൻ്റെ ഇളയച്ഛൻ്റെ കാര്യം ചോദിച്ച് പൈസക്ക് വേണ്ടി ചന്ദ്ര ഇനി ശല്യം ചെയ്യും എന്ന് ഉറപ്പാണ്. ഏതായാലും രേവതി മേടിച്ചെടുത്ത കാറിനെ കളിയാക്കിയ ചന്ദ്രക്കും ശ്രുതിക്കിട്ടും സച്ചി തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ഭാഗങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
എല്ലാവർക്കും നന്ദി.